പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സംഭവം നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, BSA എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 2023-24 ചോദിച്ചിട്ടില്ല, സിലബസിൻ്റെ ഭാഗമല്ലായിരുന്നു. പക്ഷെ അതിപ്പം സിലബസിൻ്റെ ഭാഗമാണ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന സിലബസിൻ്റെ പാർട്സിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. കാര്യം വെച്ചാൽ അവർ ആദ്യമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയാണ് സിലബസ്. അപ്പോൾ അവർ ബേസിക് ആയിട്ടുള്ള പെരിഫറി എന്നുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ, ഒരുപാട് ഡീപ്പായിട്ട് ചോദിക്കില്ല. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് BSA എന്നുള്ള 5 മാർക്കുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് തെളിവെടുക്കുന്നത്, തെളിവെടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ആരുടെയൊക്കെ എക്സ്പെർട്ടൈസ് നമുക്ക് പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ എവിഡൻസസ്, എങ്ങനെയുള്ള എവിഡൻസസ്, വിറ്റ്നസ്, അതായത് വിളിച്ചു വരുത്താൻ പറ്റാത്ത വിറ്റ്നസ്സുകളുണ്ട്. അതായത് ഇപ്പോൾ പേപ്പറും ബുക്കും ഡോക്യുമെന്റ്സും മരിച്ചു പോയ ആളുടെ മരണമൊഴിയും ഒക്കെ വിളിച്ചു വരുത്താൻ പറ്റാത്ത വിറ്റ്നസ്സുകളാണ്. ഓക്കെ, വിറ്റ്നസ് ആയിട്ട് വിളിച്ചു വരുത്താൻ പറ്റാത്ത എവിഡൻസുകളാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഇത് വളരെ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ ബേസിക് ടേംസിൽ നിന്ന് മാത്രം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. കാര്യം ഇത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ IT സൈബർ ക്രൈമിൽ നിന്നൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം അവർ ഓൾറെഡി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക, ഇത് തന്നെ ചോദിക്കും.